നിവേദിതാ, എന്തോ ഏത് രാഗമാണ്? മണിരംഗരാഗ്. ഓക്കെ, ഇതിലേതൊക്കെ പാട്ടുകൾ അറിയാം? ഇതില് അത്ര പാട്ടൊന്നുമില്ല, ഒറ്റ പാട്ട് ശരപ്പൊളി മാല ചാർത്തി, അത് ഈ രാഗം തോന്നുന്നു. ഓക്കെ, നമുക്ക് ചോദിക്കാം. ശരത് സാർ. മക്കളെ, നല്ല പാട്ട് മോൻ നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. കാര്യം മോൻ ആകെ ഉള്ള ഒരു കുഴപ്പം നിന്റെ ശബ്ദ സ്വാതന്ത്ര്യക്കുറവാണ്. കാര്യം അത് കഴിഞ്ഞ നമ്മൾ പറഞ്ഞു, ആ മുകളിലേക്ക് പോകുമ്പോഴത്തെ മോൻ വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ടോ. അത് കാര്യം അത് മോനെ ആ വയസ്സിൻ്റെതാണ്. അത് നമ്മൾ ഒന്നും അതിന് ഒരു കുറ്റവും ഞങ്ങൾ പറയുന്നില്ല. അത് സ്ട്രെയിൻ കൊണ്ടാണ്, നിനക്കത് പാടാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കുഞ്ഞിത് വൃത്തിയായിട്ട് പാടിയാണ്. ഇപ്പോഴും നന്നായിട്ടാണ് പാടിയേക്കുന്നത് കേട്ടോ. ഈ ഒരു ശബ്ദം ഈ വെച്ച് തള്ളുമ്പോൾ അത് കേൾക്കാനൊരു സുഖക്കുറവ്, അത്രേ ഉള്ളൂ മക്കളെ, അല്ല വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ മോനെ, ഇത് മണിരംഗം എന്നുള്ള രാഗം ആരോഹണം അവരോഹണം ഒക്കെ അറിയാമോ? ഏതാ? അതാണ് മണിരംഗ് കേട്ടോ. അപ്പൊ ഇത് മണിരംഗിനേക്കാളും കൂടുതൽ ശ്രീരാഗവുമായിട്ടാണ് ഈ ഒരു കോമ്പസിഷന് അടുപ്പമുള്ളത്. അത് ശ്രീരാഗമാണ്, അറിഞ്ഞൂടെ? സരിമപനി അപ്പം അതും ആവാം കൂടുതൽ ബന്ധം കേട്ടോ. ഞാൻ സ്കോപ്പ് നമുക്ക് നിങ്ങൾ രാഗങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാ കേട്ടോ. അപ്പൊ മോന് വൃന്ദാവന സാരംഗ അറിയാമോ? വൃന്ദാവനി അല്ല, വൃന്ദാവന സാരംഗ. സരി ചെറിയ വ്യത്യാസങ്ങളുള്ള മോനെ. സരിമപനി അത്രേ ഉള്ളൂ. ശ്രീരംഗ പൂരവിഹാര ജയ കോദണ്ഡ രാമാവതാര രഘുവീര ശ്രീരംഗ പൂരവിഹാര. മക്കളെ, അതുപോലെ മണിരംഗ് പറഞ്ഞില്ല, അത് വളരെ റെയറാണ് രാഗം. അതിലൊരെണ്ണം പാടിത്തരട്ടെ മക്കളെ, അത് മനസ്സിലാക്കിയോ കേട്ടോ. മണിരംഗ് എന്താണ്? കോമളതര പല്ലവ പദ കോദണ്ഡ രാമ ഘനശ്യാമള വിഗ്രഹാബ്ജനയന സമ്പൂർണ കാമ ഘനശ്യാമ കല്യാണ രാമ രാമ മാമവ പട്ടാഭിരാമ ജയ മാരുതി സന്നൂതനാമ. ശ്രീരാഗത്തിൽ വേണോ? ఎందరో మహానుభావులు అందరికీ వందనములు, ఎందరో మహానుభావులు అందరికీ వందనములు, ఎందరో మహానుభావులు. ഹരി. അതിനിടയിൽ ഒരു കോഡ്, ഒരു മേജർ സെവൻ അവൻ പിടിച്ച് ദൈവതത്തിലടേ. ബ്യൂട്ടിഫുൾ.
മക്കളെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള രാഗങ്ങൾ, ഇപ്പോൾ ചെറിയ രാഗങ്ങളും മണിരംഗാണെങ്കിലും വൃന്ദാവനസാരംഗാണെങ്കിലും ഇതൊക്കെ ചെറിയ നമുക്ക് നഗ്നനേത്രങ്ങൾക്ക് ഗോചരമല്ലാത്ത ചേഞ്ചസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ആ വ്യത്യാസങ്ങളാണുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് അറിഞ്ഞാൽ ഞാൻ പാടി തന്നു എന്നുള്ളൂ കേട്ടോ. ശരത് സാർ, ഒരു സംശയം. സോപാനം എന്ന് പറഞ്ഞ സിനിമയിലെ ക്ഷീരസാഗര ശയന ആ ഒരു പാട്ട് അത് ഏത് രാഗത്തിലുള്ള? ദേവഗാന്ധാരി. ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം? ഈ ക്ഷീരസാഗര ശയനയില് ദേവഗാന്ധാരി രാഗത്തിലുള്ള ഏറ്റവും അതിലെ ഒരു പ്രധാനമായിട്ടുള്ള ലൈനാണ് ചരണത്തിലുള്ള ക്ഷീരസാഗര ശയന ക്ഷീരസാഗര ശയന. ഇതില് പാറു, ഇതിലൊരു പ്രധാനമായിട്ടുള്ള ഒരു ലൈനുണ്ട്. ഇത് കാര്യം ഇത് നമ്മൾ കച്ചേരിക്ക് പാടുമ്പോഴേ എന്ന് നമ്മൾ നാമാന്ത് പാടുമ്പോ അത് ഇവിടെ ഫീൽ ചെയ്യും നമുക്ക്. അതുകൊണ്ട് പാടിയതാ കേട്ടാ. ഈ കീർത്തനം പാട്ട്. താങ്ക് യു സോ മച്ച് ഡാർലിംഗ്, യു ആർ സച്ച് എ സ്വീറ്റ്. മക്കളെ, ഇത് നമ്മളിപ്പോൾ ഞാനെന്ന് പറയുന്ന ഒരു എല്ലാം തകഞ്ഞ അങ്ങനൊന്നും അല്ല. എനിക്കറിയാവുന്ന വളരെ എന്താ പറയണ്ട ഒരു തുള്ളി. ഈ സംഗീതം എന്നുള്ളത് ഒരു കടലാണെങ്കിൽ അതൊരു തുള്ളി പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്കറിയാവുന്ന ആ തുള്ളിയിൽ നിന്ന് വളരെ വളരെ തെറിച്ച കുറച്ച് അറിയാവും. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നമുക്കൊരു പുരുഷായുസ് പോരാ സംഗീതം മനസ്സിലാക്കാൻ മക്കളെ. അപ്പോൾ എനിക്കറിയാവുന്നത് ഞാൻ എൻ്റെ ഗുരുനാഥനിൽ നിന്ന് പഠിച്ചത് കേട്ടത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കത് എന്തെങ്കിലും വിധത്തിൽ ഹെൽപ്ഫുൾ ആവട്ടെ എന്നുള്ള ഒരു ചിന്ത കൊണ്ട് കേട്ടോ. അപ്പം മക്കൾ ഇനിയിപ്പോൾ എങ്ങനെ പോയി പറയും, ധൈര്യമായിട്ട് അങ്ങോട്ട് പാടണം. ഗാന്ധാരമൊക്കെ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. ഓക്കേടാ. ചേച്ചി, നിവേദ്, ഇതിപ്പോ നമ്മള് ഈ പാട്ടിനെ കുറിച്ചിട്ടുള്ളതും രാഗവും ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അതെ, നിവേദിന്റെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു നിവേദിന്റെ സ്ട്രെയിൻ ഉണ്ടായിരുന്നു നിവേദൻ പാടിയപ്പോ. അതിന്റെ ഒരു കുറവ് മാത്രമല്ല, അല്ലെങ്കിൽ മോൻ മാക്സിമം അതിന് എഫേർട്ട് ഇട്ട് തന്നെ പാടിയിട്ട് മോൻ ഇതെനിക്ക് ആ ഹൈ പോകുമ്പോ ഒരു ചെറിയൊരു അയ്യോ 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 എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നല്ലേ. അത് ഈ യോ അയ്യോ അയ്യോ എന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ 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 അതാണ്. അത് മാത്രമേ ഉള്ളൂ. അത് മോന്റെ ഈ ഒരു വോയിസ് ഒക്കെ ഒന്ന് ക്ലിയർ ആയി നല്ല ശബ്ദമായി മാറാനുള്ള ഒരു പ്രോസസ്സായിട്ട് എടുത്താൽ മതി. ഓക്കെ, ഇതൊക്കെ ഈ സ്റ്റേജിൽ ഉണ്ടാവുന്നതാണ്. അതർവൈസ് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് എടുക്കുക, കൂടുതൽ സംഗീതത്തെ കുറിച്ച് പഠിക്കുക. അപ്പൊ രാഗങ്ങളെ കുറിച്ചും ഇതിനെ കുറിച്ച് കൂടുതൽ അറിവുള്ളപ്പോൾ കൂടുതൽ നമ്മുടെ പെർഫോമൻസ് നന്നാക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. എന്തോ നന്നായിട്ട് പാടിയാടാ. താങ്ക് യു സാർ. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മഹത് വ്യക്തികൾ? ഗ്രൂമേഴ്സ് അല്ല, കിട്ടിയല്ലോ. ഇനിയിപ്പോ ഷാനിക സാർ ഇടയ്ക്ക് നമ്മുടെ ഗ്രൂമേഴ്സിനല്ലേ ഒന്ന് മെൻഷൻ ചെയ്ത് അവരും ഉണ്ടല്ലോ ഇതിന്റെ പിന്നിൽ. അതാണ് പാറു പിന്നെ വീണ 4 കാലിൽ സൂപ്പർ സേവർ. ഈ നന്ദി വേണം. പറയടാ ഡീറ്റെയിൽസ്. മ്യൂസിക് ഇളയരാജ സാറ്, പിന്നെ ലിറിക്സ് MD രാജേന്ദ്രൻ സാറ്, ഫിലിം മംഗളം നിരുന്നു. മംഗളങ്ങൾ പാടിയത് കൃഷ്ണേന്ദ്ര സാറ്. നമ്മുടെ സ്വന്തം. അതാരാടാ? നമ്മുടെ ടിവിയുടെ സ്വന്തം. നമ്മുടെ അണ്ണാച്ചി. എനിക്ക് തോന്നിയത് ഈ ഹൈ പോകുമ്പോഴുള്ള സ്ട്രെയിൻ ആണ് ഭയങ്കരമായിട്ട്. കാരണം വേറെ തന്നെ ഒരു ടോണാണ് അവിടെ വരുന്നത്. ഓഫ് കോഴ്സ് അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ശബ്ദം മാറി അത് ഒന്ന് കണ്ടീഷനായിട്ട് വരാനുണ്ട്. അപ്പം അതുവരെ എന്തായാലും ഈ ഒരു ടോൺ ആയിരിക്കും ഉണ്ടാവുക. അല്ലറ ചില്ലറ ശ്രുതി പ്രശ്നങ്ങൾ. പിന്നെ നമ്മുടെ ആ മറ്റേ ഭാഗം ഉണ്ടല്ലോ, കന്നിവയൽ കാറ്റേ നീ, ആ ഹൈ പോകുന്നത് അതും അതിന്റെ റിപ്പീറ്റും. പിന്നെ അതേപോലെ തന്നെ കന്നിവയൽ കിളിയേ നീ, അതും അതിന്റെ റിപ്പീറ്റും. ആ ഹൈ പോർഷൻസിലാണ് ഭയങ്കര സ്ട്രെയിൻ
ഫീൽ മീൻസ് ഒരു ഭയങ്കര ഒരു ഷ്രിൽ ടോൺ വന്നു അവിടെ. ആ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അത് ഹൈ പോകാനുള്ള ബുദ്ധിമുട്ടായി ശബ്ദം മാറി വരുന്നതിന്റെ ഒരു നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു ട്രാൻസിഷൻ. അത് നമുക്കിപ്പോ അത് ഗോ ത്രൂ ചെയ്തേ പറ്റൂ നമ്മൾ, അല്ലേ? എന്തായാലും അത് പിന്നെ ചെയ്തേ പറ്റൂ. അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് ഷർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത്രേ ഉള്ളൂ മോനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ചോദിക്കാം എന്ത് മാർക്സ്? ഓക്കെ ശരത് സർ. യെസ് സാർ. നിവേദുട്ടന്റെ മാർക്ക്. നമ്മുടെ ചക്കരയുടെ മാർക്ക് 8.6. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക 8.5. താങ്ക് യു സാർ. സോ ടോട്ടൽ 17.1. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.